ഹായ് ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യുന്ന ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 മാർക്സിനും ചോദിച്ചെന്നിരിക്കാം. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാതെ വരുന്ന ചില പ്രശ്നങ്ങൾ വരുമെന്നല്ലാണ്ട് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. ബോർഡ് എക്സാം ഒക്കെ ഓൾമോസ്റ്റ് അടുക്കാറായി. അപ്പം മാത്സൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങണം. ഇനിയും ഉഴപ്പി നടക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയുള്ള സമയം നന്നായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല 90 എബോവ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടികളോടുമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ സ്ക്വയർ ഓഫ് ദി ഡിഫറൻസ് ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ y സ്ക്വയർ പ്ലസ് by പ്ലസ് 36 ഇസ് ഈക്വൽ ടു 81, ദെൻ ദ വാല്യൂ ഓഫ് p. അപ്പോൾ 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം കുട്ടികൾ പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെയും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പൊതുവേ തോന്നിയൊരു ഡൗട്ട്, സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ദ സീറോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൽഫ ബീറ്റ സീറോസ് ആണെങ്കിൽ ഇത് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ആണോ അതോ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ആണോ ഗിവൻ? ഇതിലാണ് കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ തോന്നിയത്. ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ അങ്ങനെ തോന്നാം. അപ്പോൾ അതിന് ഞാനൊരു ക്ലൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നോക്കൂ, സ്ക്വയർ ഓഫ് ദി ഡിഫറൻസ് ഓഫ് ദി സീറോസ്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം നമ്മൾ മീൻ ചെയ്യേണ്ടത്. ഡിഫറൻസ് ഓഫ് ദ സീറോസിൻ്റെ സ്ക്വയർ എന്നാണ്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ആ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചാൽ മതി, പ്രോബ്ലം സോൾവ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഗിവൻ പോളിനോമിയൽ. ഇവിടെ a ഈക്വൽ ടു 1, എ അറിയാലോ y സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. b is equal to p and c is equal to 36. അപ്പോൾ ഗിവൺ എന്താണ്? ആൽഫ ബീറ്റ സീറോസ് ആണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 81 എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പിയുടെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗിവൺ. സോ what is alpha minus beta the whole square? Expand ചെയ്യുക. We get alpha square plus beta square minus 2 alpha beta. ഓക്കെ, അപ്പോൾ ഇത് ഗിവൺ ആണ്. ദാറ്റ് ഇസ് 81. ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ ആൽഫ ബീറ്റ നമുക്കറിയാനായിട്ട് c/a ആണ്. ദാറ്റ് ഇസ് 36 ആണ്. പക്ഷേ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നമുക്ക് ഡയറക്റ്റ് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കണം അത്. അതായത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 ആൽഫ ബീറ്റ ആണല്ലോ. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഇത് കിട്ടില്ലേ, 2 ആൽഫ ബീറ്റ ട്രാൻസ്പോസ് ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. കണ്ടോ? അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് ഈ റിലേഷൻ പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് നമുക്ക് ഇത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. പിന്നെ ഇവിടെ ഒരു 2 ആൽഫ ബീറ്റയും കൂടെ ഉണ്ട്. ഇത് ഡയറക്റ്റ് പഠിച്ചു വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ എന്ന് കിട്ടില്ലേ. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 81 ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ മൈനസ് b/a ആണ്. ദാറ്റ് ഇസ് p ആണ് നമ്മളുടെ b, a1 ആണ്. അപ്പോൾ ഇറ്റ് ഇസ് മൈനസ് p ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു c/a. c/a എന്ന് c എത്രയാണ്? 36 ആണ്. a1 ആണ്. ഓക്കെ, so we get 81 equal to p square minus 144 ആയില്ലേ. ഓക്കെ, so p square 81 plus 144 equal to p square. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 225. ഓക്കെ, 225 equal to p square. p equal to square root of 225. That is plus or minus 15.
ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂം എടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന പിയുടെ വാല്യൂ ±15 വരുന്നത് ആൻസർ. നോക്കൂ, കണ്ടോ, ±15 ഈസ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ട്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അറിഞ്ഞൂടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ഇതുപോലെ സോൾവ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.